അയ്യോ അച്ചാറ് വാങ്ങിച്ചില്ലല്ലോ. ചിപ്സ് കൊള്ളാം. കുഴപ്പമില്ല, ഇത് മതി, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊരു ഉറങ്ങിയതല്ല, ഞാനാണെങ്കിൽ കാറിനെ പറ്റി ചിന്തിച്ചത്. കാറിനെ പറ്റി ചിന്തിച്ച? ഓ എന്തോന്ന്? ഇതിന്റെ ഈ കുഴപ്പത്തിനെ പറ്റി. അന്ന് വല്ലതും പിടി കിട്ടിയാ? ഇല്ല ആശാനെ, പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തിനാണ്? എന്താന്ന് വെച്ചാ നമുക്കാണെങ്കിൽ കാറാണെങ്കിൽ ചെറിയൊരു വില കൊടുത്തങ്ങ് വാങ്ങാം. ഞാൻ പറയണ ആശേ, അത് നമുക്ക് ചെറിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിന്റെ ഗ്ലാസ് ഇല്ലേ അവിടെ വെച്ച് നമുക്ക് ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് വല അടിക്കാം. എന്നിട്ടാണെങ്കിൽ അതിന്റെ അകത്ത് കുറെ കോഴി കുഞ്ഞുങ്ങളെയും കോഴീനെയൊക്കെ വളർത്തി കോഴി മുട്ടയിടുമ്പോ നമുക്ക് അതൊക്കെ എടുത്ത് വിറ്റ് നമുക്ക് പൈസ സമ്പാദിക്കാം. അതിന്റെ ഇറച്ചിയൊക്കെ വിട്ട് നമുക്ക് ലാഭമല്ലേ? നീ എന്റെ കാറിനെ കോഴിക്കൂടാക്കുമല്ലേ? അതിന്റെ ഒരു ഐഡിയ അല്ല, നല്ലതല്ലേ? നമുക്ക് പൈസ കിട്ടൂലേ? അപ്പോ അയ്യോ എന്റെ പൊന്നു മക്കളാ, നീ എപ്പോഴും എന്റെ ചേച്ചിയോടാ. ചേച്ചിയാ? ചേച്ചിയോടെ വീട്ടിലുണ്ട്. ഉണ്ടാ? എന്റെ അച്ഛൻ പിശുക്കൻ ജോലിക്ക് പോണണ്ടാ? ഉണ്ട്. ജോലിക്ക് പോകാതെ ഇപ്പഴും പണ്ടത്തോലെ നക്കിത്തനം തന്നെ ചെറുതായിട്ട് കഷ്ടം തന്നെ മക്കളെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞോ, അച്ഛമ്മ വീണ്. അതുണ്ടല്ലോ, റാമംഗിള് എന്തൊക്കെയോ കോപ്രായോ ഒക്കെ കാണിച്ച് ഞാൻ അത് കണ്ട് പേടിച്ച് അച്ഛമ്മയെ വിളിച്ചു. അപ്പൊ അച്ഛമ്മ പെട്ടെന്ന് ഓടി വന്ന സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ചറക്കി. വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതായി കൈ ഒന്ന് വിളിക്കുക. എത്ര കാറെടുത്ത് തലയിൽ വെച്ചോണ്ട് പോയാ മതി. ഉള്ളതല്ലേ പറഞ്ഞ? എന്തെങ്കിലും ഉള്ളത് പറഞ്ഞു. നീ വലിയ സംസാരിക്കല്ലേ? ആ ഉറങ്ങി എന്റെ ഐഡിയ ഇതിനെവിടെ നിന്ന് കിട്ടിയത്? കൊള്ളാലത്. നല്ല ഇറങ്ങുന്നതാണ് കേട്ടാ, കുഴപ്പമൊന്നുമില്ല. അത്ര പാവമൊന്നുമില്ല. വന്ന് കയറി എന്നെ ഒന്ന് ചൊറിയാൻ ശ്രമിച്ചു. പിന്നെ കണ്ടോ, മുട്ടേന്ന് വിരിച്ചിട്ട് എണീച്ച് വന്നോണ്ടോ? കേട്ടോ, മതി അത്രക്ക് മതി, അതൊക്കെ മതി. അവിടെ പോണേപ്പോ ശരി മക്കളെ, ഞാൻ അങ്ങോട്ട് വരാം, നീ പോ കേട്ടാ. ആശാൻ ഈ തക്കാളി പോലത്തെ മോന്തമുള്ളവർക്ക് ഇട്ട് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കണേണ്, ഇത്തിരി മുട കൂടുതലാണ്. എടാ അവളോടെ കളിച്ചാണ്ടല്ലേ നിന്നെ വലിച്ചു കീറി ചെവറില് ആർക്കാച്ചാൻ കൂട്ടി കേട്ടാ. ആശാനെ, ഒരു കാട്ടില് ഒരു സിംഹം മതി, 2 സിംഹം വേണ്ട. ഓഹോ, അപ്പൊ അങ്ങനെയായ നീ നിന്റെ ജോലി നോക്കിയാ മതി, അവളെ ജോലി നോക്കിയോളും കേട്ടാ. കൂടുതൽ പെണ്ടടുത്ത് കളിച്ചാൻ പോവല്ലേ. നിനക്ക് അവളെ സ്വഭാവം അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം ആക്കും അറിഞ്ഞൂടാ. ആ ശരി, ഒരു കാര്യം ചെയ്യാം. ഞാനേ കമ്പ്യൂട്ടർ ഇത് അകത്തുകൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടാ. കടന്നു തുടങ്ങല്ലേ? വണ്ടിയിൽ എന്തെങ്കിലും പണി കൊണ്ട് നോക്കടാ. ഓ എവിടെ പോണു? ഞാൻ ഇത് അകത്തോണ്ട് കൊടുത്തിട്ട് വരട്ടടാ. ഓ ശരി. ആശാൻ പോണ ടൈം കൊണ്ട് ശകലം കൂടെ കിടന്നുറങ്ങാം. എല്ലായി കയ്യങ്ങ് വേനെടുത്ത് പിങ്കി ഇങ്ങോട്ട് വന്നേ. റാമേ വന്നു വല്ലതും കഴിക്കേ, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ഇത്? റാമേ നിനക്ക് ഇഷ്ടമുള്ളതല്ലേ? ആ പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഞെരടിയിട്ടേ. ഇത് കുറവടി, അത് കൂടുതൽ. അവള് ആ ചുവന്നുള്ളി ഇല്ലേ, ഞെരട്. നിനക്കറിയാമോ കൈ എഴുതാനും അരിമ കൈന്ന് കഴിയണ്ട. നേരത്തെ പറയുന്നത് ആ പച്ചമുളക് അയ്യോ പിന്നെ എടുത്ത് ഞെരണ്ട. എങ്ങനെയുണ്ട്? കൊള്ളോ അടിപൊളി. ആ എന്റെ കൈ വയ്യാഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അയ്യോ
നമുക്ക് ഉമ്മ ഉള്ളതുകൊണ്ട് ആ വേണ്ട വേണ്ട ഇരിക്കാം. എരിവ് എനിക്ക് വേണ്ട. ആ നിങ്ങൾ കഴിക്കട്ടെ, ഇനി ഇരിപ്പുണ്ടേ വേണമെങ്കിൽ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടെ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. കൈ ഇച്ചിരി വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, ദേ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കല്ലേ. ആ കഴിക്ക്. സോറി ആശാനെ. ഇതെങ്കിലും കുറച്ച് പെട്രോൾ എന്റെ തലയിൽ കൂടെ വീതി തീറ്റണ്ട. സോറി. സോറിയാ, ഞാൻ ഇതിനകത്തിരിക്കണം, നീ കണ്ടില്ലേ? ആശാനെ ഞാൻ കണ്ടില്ല. ആശാൻ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നില്ലേ? ഞാൻ കിടന്ന് പറഞ്ഞ എരിച്ചിരിക്കുന്നത് നീ പൂച്ചെടുത്ത് വെള്ളം. ഞാൻ കണ്ടൊന്നുമില്ല. ആശാനല്ലേ പറഞ്ഞ ഇത് കഴുകണോന്ന്. ഞാൻ എപ്പോഴ് രാവിലെ കഴുകാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? വൈകുന്നേരം ആശാനെ രാവിലെ ആണ് കഴുകാൻ പറഞ്ഞത്. പക്ഷെ എനിക്കാണെങ്കിൽ അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇതായത്. അപ്പൊ ഞാൻ ആശാൻ പറഞ്ഞത് കേട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ കഴുകിയത്. ഇപ്പൊ ഞാൻ ഫ്രീ ആയിരുന്നു. ഫ്രീയാ? ഓ ഫ്രീ, അവന്റെ ഫ്രീ. എന്നെ പറ്റി ഒന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഹലോ, ഞാൻ വീട്ടില് അല്ല, വർക്ക്ഷോപ്പില്. ആശാന്റെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പില്. എന്ത്? അല്ല, സ്കൂള് മഴയായതുകൊണ്ട് അവധിയല്ലേ? അല്ല, സ്കൂള് മഴയായതുകൊണ്ട് അവധി. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ വന്നോളാം. ഓ എന്ത് നിന്റെ മുഹൂർമാതി വല്ലാതിരിക്കണേ? ആശാനെ, അച്ഛനാണെങ്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആശാനെ എന്നെയും കൊന്നിട്ട് ഇവിടെ കുഴിച്ച് മൂടിയിട്ടേ പോകണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാം. എന്തോ അർജന്റാ? എന്റെ പൊന്നു മക്കൾ ഒരു കാര്യം ചെയ്യോ, ഇവിടുന്ന് പോ, അച്ഛന്റെ അടുത്ത് പോ. എന്റെ അച്ഛൻ ഇവിടെ വന്നുണ്ടല്ലേ, എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. പെട്ടെന്ന് വീട്ടിൽ പോ. ആശാനെ, എങ്ങനെ ഞാൻ പോകും? നീ എങ്ങനെയെങ്കിലും പോടെ, ഇവിടുന്ന് പോയി തന്നാ.